പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ കേരളോത്സവം കരുവാരകുണ്ട് കേരളോത്സവത്തിൻ്റെ ഭാഗമായി പ്രോഗ്രാമുകളും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ കരുവാരകുണ്ട് കേരളോത്സവത്തിൻ്റെ ഭാഗമായിട്ട് 24 ക്ലബ്ബുകളാണ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തത്. നമ്മുടെ കണ്ണത്തെ മിനി സ്റ്റേഡിയത്തിലാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നു. ഫെഡറലൈറ്റ് സ്റ്റേഡിയമാണ് നമ്മുടെ കണ്ണത്ത്. രാത്രിയും പകലും കാണികൾക്ക് കാണാനും കളിക്കാനും പറ്റിയ സൗകര്യത്തിലാണ് നമ്മുടെ ഒരു കണ്ണത്ത് മിനി സ്റ്റേഡിയം ഉള്ളത്. അതിൻ്റെ യൂത്ത് ക്ലബ്ബ് പ്രസിഡൻറ്റ് ഹക്കീം അമ്പാടനാണ് അധ്യക്ഷത വഹിച്ചത്. അതുപോലെ നമ്മുടെ ഇസ്മായിൽ കൈപ്പുള്ളിയാണ് അതിൻ്റെ സ്വാഗതം പറഞ്ഞത്. പബ്ലിക് പ്രോസിക്യൂട്ടർ ടോം കെ തോമസ് ആണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ചടങ്ങിൽ PC ഷിഹാബ്, മെമ്പർ നുഹ്മാൻ, ജിജിന്, റിഷാദ്, ജുനൈദ്, ആമിർ, ജംഷീർ, കുഞ്ഞുട്ടി, അതുപോലെ തന്നെ യൂത്ത് കോർഡിനേറ്റർ ഫർഹാൻ തുടങ്ങിയ ആളുകളും കുറേ ആളുകളൊക്കെ സംബന്ധിച്ച് നല്ലൊരു ചടങ്ങാണ്. ഏതായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക്. ക്ലബ് അസോസിയേഷൻ സോക്കർ കണ്ണത്ത് ആതിഥ്യമരുളുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. ഏകദേശം 24ഓളം ക്ലബ്ബുകൾ പങ്കെടുക്കുന്ന ഏറ്റവും ആവേശകരമായ കേരളോത്സവത്തിന്റെ ഗ്ലാമർ ഇനമായ ഫുട്ബോളിൽ കരുവാരകുണ്ടിലെ ഫുട്ബോൾ രാജാക്കന്മാർ ആരെന്ന് കണ്ടെത്തുവാനുള്ള ഈ ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുവാനെത്തിയിട്ടുള്ള എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ കണ്ണത്ത് മിനി സ്റ്റേഡിയത്തിലേക്ക് സോക്കർ ക്ലബിന് വേണ്ടിയും സംഘാടക സമിതിക്ക് വേണ്ടിയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. കായിക പ്രേമികൾ, കേരളോത്സവത്തിന്റെ ആവേശകരമായിട്ടുള്ള ഫുട്ബോൾ മത്സരമാണ് ഇന്നും നാളെയുമായിട്ട് ഇവിടെ നടക്കുന്നത്. കേരളോത്സവം നമുക്കറിയാം, നമുക്ക് പൊതു ഇടങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എല്ലാ ആളുകൾക്കും ഒരുപോലെ പങ്കെടുക്കുന്നതിനും ആസ്വദിക്കുന്നതിനും നമ്മളുടെ വികാരങ്ങൾ പങ്കുവെക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ട് ആണ് കേരളോത്സവം എന്ന പരിപാടി കേരള വ്യാപകമായി ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് കരുവാരകുണ്ട് പഞ്ചായത്ത് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്നലെ വോളിബോൾ മത്സരം പുത്തനഴിയിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്രോസ് കൺട്രി മത്സരം കഴിഞ്ഞു. വിവിധ പരിപാടികളും മത്സരങ്ങളുമായി ഈ 2 ആഴ്ച ഏതാണ്ട് കരുവാരകുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ യുവാക്കളും ഇത്തരത്തിൽ വിവിധ പരിപാടികളിൽ നിരന്തരമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് ഒരുമിച്ചിരുന്ന് ഒരു ഫുട്ബോൾ കളി കാണാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ ആളുകൾക്കും ഒരുപോലെ പങ്കെടുക്കുന്നതിനും നമ്മുടെ പഴയ കായിക ആവേശം പങ്കുവെക്കുന്നതിനും വേണ്ടി ഇത്തരത്തിലുള്ള കേരളോത്സവങ്ങളുടെ പോലുള്ള പൊതുവേദികൾ ഗുണകരമാവും. അതിന് കരുവാരകുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ക്ലബ്ബുകളും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മുഴുവൻ ക്ലബ്ബുകളെയും അതിന് ഫുട്ബോൾ മത്സരങ്ങൾ, അതേപോലെ തന്നെ കേവലമായ കായിക മത്സരങ്ങൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യന് പരസ്പരം സ്നേഹിക്കുന്നതിനും പരസ്പരം നമ്മളുടെ വികാരങ്ങൾ പങ്കുവെക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി നമ്മുടെ ഊർജം ചെലവഴിക്കാൻ തയ്യാറാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളോത്സവത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും വിജയ ആശംസകൾ നേർന്നുകൊണ്ട് ഈ തികച്ചും ഔപചാരികതയ്ക്ക് വേണ്ടി ഈ ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് മാന്യ ഫുട്ബോൾ പ്രേമികളുടെ ശ്രദ്ധയ്ക്ക്
കണ്ടത്തിൽ പാരഡൈസ് ദൂരത്തിൽ നിന്ന് വരുന്ന റോഡിൽ ഫിനിക്സ് പുൽവട്ടം അരിമണൽ ടീമുകൾ തയ്യാറെടുക്കുമെന്ന് അറിയിക്കുന്നു. 4ാം മത്സരത്തിൽ ന്യൂ സ്റ്റാർ അടിവാരം ടാസ്ക് തുരുമ്പോട. ടീം മാനേജർമാർ അനൗൺസ്മെന്റ്. ടാസ്ക് തുരുമ്പോട ന്യൂ സ്റ്റാർ അടിവാരം ടീമുകളുടെ മാനേജർമാർ അനൗൺസ്മെന്റ് പോയിന്റ് റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു.